ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിന്റെ പേര് എന്നാന്ന് വെച്ചാൽ ചിക്കൻ റാഗു. മീറ്റിൻ്റെ ഏത് ഐറ്റം ആണെങ്കിലും ഇതിന് എടുക്കാൻ ഒക്കും. ഇന്നത് തന്നെ ഉണ്ടെങ്കിലേ ചെയ്യാനൊക്കത്തില്ല എന്ന് ഉള്ളത് ഒന്നുമില്ല കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ ചിക്കൻ ആന്നേൽ കമ്പാരിറ്റീവ്ലി കുറച്ച് വേവ് കുറച്ചല്ലേ ഉള്ളൂ. മറ്റതൊക്കെ ആന്നേൽ ഒരു ഇച്ചിരി വേവ് കൂടുതലാണ്. പിന്നെ ആന്നേൽ ഈ ഇറ്റാലിയൻ ആയതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ടം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും ഇല്ലേ ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഇതിനകത്ത് ഇല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് തന്നെയാണ് എല്ലാം തന്നെ. പിന്നെ ആന്നേൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ കറിവേപ്പില പോലെ തന്നെ കുറേ ഹെർബ്സ് ഉണ്ട് അവിടെ. ബേസിൽ ലീവ്സ്, പാസ്ലി ലീവ്സ്, തൈമ, ഇങ്ങനത്തെ ഒക്കെ പറയുന്ന കുറേ ഇലകളാണ്. ഈ ഇലകളുണ്ടല്ലോ നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ മേടിച്ച് വെച്ചാൽ നമുക്ക് ഒത്തിരി ഒന്നും ഈ ഇറ്റാലിയനിൽ ഇടേണ്ടി വരികയില്ല. ഒരു ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നാന്ന് അറിഞ്ഞാലല്ലേ ഉള്ളൂ ഞാൻ ഇത്രയും വർത്താനം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇനി എന്നാന്നുള്ളത് നോക്കിക്കോണേ. ഇതിന് വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒലീവ് ഓയിലാണ്. ഈ ഒലീവ് ഓയിൽ ഇല്ലേൽ വെജിറ്റബിൾ ഓയിലായാലും മതി. പിന്നെ ഈ ചിക്കൻ റാഗു ഉണ്ടാക്കുവാന്നേൽ ഒറ്റ കാര്യമുള്ളൂ, ഈ ചിക്കൻ ആന്നേലും ഏത് മീറ്റ് ആന്നേലും ബോൺലെസ് ആയിരിക്കണം. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി ഒരു മുഴുത്ത സവാള കുഞ്ഞായിട്ട് അരിയണേ. ഇത് കുറച്ച് തൈമാണ്, ഇതാ ഞാൻ പറഞ്ഞ കുറേ ലീവ്സ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് അല്ലെ ചതച്ചത്, പിന്നെ ഒരു മുഴുത്ത ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുക, പിന്നെ കുറച്ച് സെലറി അരിഞ്ഞെടുക്കുക, പിന്നെ ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ. ഇത് ടൊമാറ്റോ പ്യൂരയാ. ഇതില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ അരച്ചെടുത്തേച്ചാലും മതി. പിന്നെ നമ്മൾ ഏത് മീറ്റാണ് എടുക്കുന്നത് ആ മീറ്റിനനുസരിച്ചുള്ള സ്റ്റോക്കാണ് എടുക്കേണ്ടത്. ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക്, ഏത് മീറ്റാണെന്നോ അത്. പിന്നെ വേണ്ടിയത് ഇതെന്നാന്നോ ഒരു ഇച്ചിരി റെഡ് വൈനാന്നേ. ഇത് ആൽക്കഹോളിക് ഉള്ളതൊന്നും അല്ല, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. പക്ഷേ ഈ വൈൻ എടുക്കുമ്പോഴത്തേന് മധുരം ഉള്ളത് എടുക്കരുത്. ഡ്രൈ വൈനും ആവാൻ പാടില്ല, ഒരു മീഡിയം ആയിട്ടുള്ളത് എടുക്കാവുള്ളൂ. അതും നമുക്ക് ഈ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുവേ. ഇത് പിന്നെ പട്ടയുടെ ഇലയാണ്. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ വേണ്ട കുറച്ച് കുരുമുളക് പൊടി, ഒന്നെങ്കിൽ ചതച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പൊടിയായാലും മതി. പിന്നെ ആണേൽ ഇച്ചിരി പാസ്ത ആന്നേ. ഇത് പാസ്ത ഏതായാലും കുഴപ്പമില്ല, സ്പൈറൽ പാസ്ത ആവാം അല്ലെങ്കിൽ പെനെ ആവാം, ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഡെക്കറേഷൻ ആന്നു ഇച്ചിരി ചീസ് വേണം. പിന്നെ വേണ്ടത് കുറച്ച് ബേസിൽ ലീവ്സ്. ഇത് ഫ്രഷ് ആന്നേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തൈം പോലെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും, അതായാലും മതി. ഇപ്പം ആ ഒരു ഫ്ലേവറിങ് മാത്രം വന്നേച്ചാൽ മതിയേ. ഇനി ആദ്യം എന്നാ ചെയ്യണമെന്നറിയാവോ, ഈ റെസിപ്പി ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഇരുമ്പും ചട്ടിയൊക്കെ ആന്നേൽ അതിൻ്റെ അടിയിൽ അങ്ങ് പിടിക്കുവേ. പിന്നെ ആന്നേൽ വലിയ പ്രയാസമാണ് അതിങ്ങനെ ഇളക്കിയെടുക്കാനൊക്കെ. എല്ലാവരുടെയും വീട്ടിലും ഒരു ചെറിയൊരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലോ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ നോക്കും. പിന്നെ ആന്നേൽ ഈ പറഞ്ഞ കൂട്ട് അമ്മമാരൊക്കെ കേട്ടാൽ ചീത്ത വിളിക്കോ, പിന്നെ പണ്ട് മുതലേ ഞങ്ങളിപ്പോൾ അതല്ലേ ശീലിച്ചേക്കുന്നത്, ഇപ്പം നിങ്ങൾ പുതിയ തലമുറക്കാർ കണ്ടുപിടിച്ചേക്കുവാന്നൊക്കെ പറയും. എന്നാൽ നമ്മൾ കൈപ്പഴക്കം ഒത്തിരി ഉള്ളതാന്നേൽ അടിയിലൊന്നും പിടിക്കുകയില്ല. പക്ഷെ സേഫ് സൈഡ് എപ്പോഴും നോൺ സ്റ്റിക്ക് പാൻ ആട്ടോ. ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചോ, ഒരു 2-2.5 വെച്ചോ. എന്നാന്നോ ഒത്തിരി എണ്ണയെ കിടന്നല്ല നമ്മൾ ചിക്കൻ വറുത്തെടുക്കാനുള്ളത്. അതൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടൊന്ന് വറുത്തെടുത്തേച്ചാൽ മതി. അതൊരു കാരമലൈസ് ആവണം. കാരമലൈസ് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഒരു കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് പുരട്ടിയേച്ച് വേണം നമ്മൾ ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാനേ. ഒരു ഇച്ചിരി ഉപ്പിട്ടേച്ചാൽ മതി, ബാക്കി നമുക്ക് ചേർക്കാനുള്ളതാണ്. എന്നാൽ ഈ ചിക്കനകത്തോട്ട് ഇച്ചിരി ഉപ്പില്ലേലും കൊള്ളുകയില്ല. ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരു ഫംഗ്ഷൻ പോയപ്പോഴത്തേനുണ്ടല്ലോ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ മാരിനേഷനൊക്കെ ചെയ്യുമ്പോഴത്തേന് കൈ ഇട്ടേച്ചൊന്നും പെരട്ടുന്ന കാണിക്കില്ല, അറ്റ്ലീസ്റ്റ് ഗ്ലൗസ് ഇടണമെന്നേ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാവേ, ഞാൻ ശരിക്കും പറഞ്ഞ് ഞാൻ ഈ പാചകം പഠിച്ച എൻ്റെ അമ്മച്ചിമാരുടേന്നും അമ്മമാരുടേന്നും ഒക്കെ അവരെന്തായാലും ഗ്ലൗസ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആന്നേൽ
ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്നേഹവും എന്നാ പറയുക നമ്മൾ കൊടുക്കുന്ന ആ ഒരു തൃപ്തി ഒന്നും എനിക്ക് വരികയില്ല. പിന്നെ ആന്നേലും എൻ്റെ കൈ നല്ല ഹൈജീനാണ്, അതുകൊണ്ട് പിന്നെ എന്തായാലും വൃത്തികേടൊന്നുമില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക, എനിക്കിതേ ഒക്കത്തുള്ളൂ. ഞാൻ 2-3 തവണ ശ്രമിച്ച് നോക്കി ഗ്ലൗസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്യാൻ, എന്നെ കൊണ്ട് നോക്കിയില്ല. നമ്മൾ ശരിക്കും ഇതിനകത്ത് വെറും ഉപ്പും കുരുമുളകും മാത്രം ഇട്ടേച്ചല്ലേ നമ്മൾ വറുക്കുന്നത്. അന്നേരം എന്നാ പറ്റും എന്നറിയാമോ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേഗത്തിൽ ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടുകയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ പച്ച ചിക്കൻ ആയതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ സ്റ്റോക്ക് ഇറങ്ങുമേ. ആ വെള്ളം മുഴുവൻ വറ്റിയേച്ചല്ലേ നമ്മുടെ ഇറച്ചി വേവത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ സ്റ്റോക്ക് വരും. അഥവാ സ്റ്റോക്ക് നമുക്ക് നേരത്തെ കരുതാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് അങ്ങ് ഊറ്റി എടുത്തേച്ചാൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് കരുതിയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ആക്കേണ്ട, ഒരു ഇച്ചിരി നേരം എടുക്കുമെന്നേ ഉള്ളൂ വറക്കാനായിട്ട്. മറ്റേ സ്റ്റോക്ക് മാറ്റിക്കഴിഞ്ഞാൽ ചിക്കൻ വേഗം വറുത്ത് കിട്ടാൻ നോക്കും. ഇതേതാ നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ ചെയ്തേച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ദണ്ട ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് പോലെ വറുത്തെടുക്കണം. ഇതാണ് കാരമലൈസ് എന്ന് പറയുന്നത്. എന്നാൽ ചിക്കൻ ഫ്രൈഡ് അത്രയും മൂത്തിട്ടൊന്നുമില്ല. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യണമെന്ന് അറിയാമോ, അതേ സെയിം പാനിൽ തന്നെ, അഥവാ ഇപ്പം നമ്മൾ വേറെ മീറ്റ് എടുക്കുന്നതെങ്കിൽ അതിനൊരു ഇച്ചിരി വേവ് കൂടുതലാണെങ്കിൽ ഈ പാനേ വേണ്ട, പ്രഷർ കുക്കറിൽ ചെയ്തേച്ചാൽ മതി. അതിന് വേറെ ഒരു വെസൽസും എടുക്കുകയേ വേണ്ട. ഏതിലുണ്ടാക്കുന്നോ അതിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ ഇത് ചിക്കൻ അധികം വേവില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഈ പാൻ തന്നെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് സെയിം എണ്ണയാന്നു, എല്ലാം അത് തന്നെയാണ്. അതിനകത്തോട്ട് നമുക്കൊരിച്ചിരി ഉള്ളി ഇടണം. ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് വഴറ്റണം. വഴറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഗ്രേവി ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഒരു എന്നാ പറയുക, ഒരു ഗ്രേവി എഫക്റ്റ് വരണം. അതായത് നമ്മുടെ ചിക്കൻ നല്ല ഷ്രെഡഡ് ആയിരിക്കും. ഷ്രെഡഡ് എന്ന് പറയുമ്പോഴത്തേന് ഇങ്ങനെ പിരിഞ്ഞ് വരത്തില്ലേ, എന്ന് പറഞ്ഞാൽ പീസായിട്ടല്ല, ഇച്ചിരി നല്ലതായിട്ട് ഉടഞ്ഞു വരുന്ന പോലെയാണ്. അതാണ് നമുക്ക് ആവശ്യം. അപ്പം എന്നാ ചെയ്യണത്, ഗ്രേവിക്കായിട്ട് നമ്മൾ വേവുള്ള മീറ്റ് ആണെങ്കിൽ വലിയ ടെൻഷനില്ല. വേവുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് പിന്നെ ഉള്ളി അധികം വഴറ്റാൻ നിൽക്കേണ്ട, വേവുന്ന കൂട്ടത്തിൽ ഇതും തന്നെ ആയിക്കോളും. ചിക്കൻ ആണെങ്കിലും അങ്ങനെയല്ല, അതിനൊരു ഇച്ചിരി വേവ് നമ്മൾ വറക്കുമ്പോൾ തന്നെ അത് ഏകദേശം വെന്ത് കഴിയും. പിന്നെ ബാക്കിയുള്ളത് വേവാൻ ഒത്തിരി നേരം എടുക്കില്ല. അപ്പോൾ ഉള്ളിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ തനിയെ കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ അത് ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോൾ തൈം കുറച്ച് ഇടുക. അതൊരു ഫ്ലേവറിങ് ഏജൻ്റാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല മീൻകറിയിലൊക്കെ കറിവേപ്പില ഇടുകയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വെളുത്തുള്ളി. ചിക്കൻ ആണെങ്കിലോ ഒത്തിരി ഒന്നും വേണ്ട, ഒരു 3-4 അല്ലിയുടെ ഇട്ടേച്ചാൽ മതി. മറ്റേ വേവുള്ള മീറ്റൊക്കെ ഇടുവാന്നേൽ നമ്മുടെ ഡൈജഷനൊക്കെ നോക്കിക്കോണം. അന്നേരം ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ഇട്ടു. ആ വെളുത്തുള്ളി ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂട്ടുണ്ടല്ലോ, വെളുത്തുള്ളിയുടെ ഒരു ചുവയുണ്ടല്ലോ, അത് മുന്നിട്ട് നിൽക്കും. അന്നേരം അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ക്യാരറ്റിനകത്തോട്ട് ചേർക്കാം. ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, ഒരു മുഴുത്ത ക്യാരറ്റ് ഇരുന്നോട്ടെ. ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ്. അത് ഫുൾ ഗ്രേറ്റ് ചെയ്തതാണ്. അരിഞ്ഞിടാൻ ശ്രമിക്കല്ല, ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇടണം. അതും ഇതിനകത്ത് ഇതിൻ്റെ കൂടെ കിടന്ന് ഇങ്ങനെ വഴന്ന് അത് ആ ഗ്രേവി പോലെ ആവണേ. എണ്ണ ഒത്തിരി വേണ്ടി വരികയില്ല, നമ്മൾ ആദ്യം ഒഴിച്ചത് തന്നെ മതിയാവും. പിന്നെ അഥവാ പോരാൻ തോന്നുവാന്നേൽ ഇച്ചിരി ഒരു സ്പൂണോ വല്ല ഒഴിച്ചേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സെലറി സ്റ്റിക്സ്, ഇതിൻ്റെ ഓരോ വാട്ടർ കണ്ടൻറ്റും ഇല്ലേ ഒരു ഇച്ചിരി വാപ്പറേറ്റഡ് ആയി വരണം. എന്നാലോ നമ്മൾ ആ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് അല്ല പച്ചക്കറി ഒന്ന് ആവി കയറുമ്പോൾ വേവുകയല്ലേ. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്താൽ ഒത്തിരി നേരം ഒന്നും വേണ്ടി വരികയില്ല.
പിന്നെ ഉള്ളത് ചേർക്കാൻ നമുക്ക് ടൊമാറ്റോയാണ്. ഈ ദശ എന്തായാലും നമുക്ക് വേണ്ട, അതിനോടങ്ങ് ചേരണം, അത്രയും വഴറ്റണം. നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ വേണേ. നമ്മൾ ചിക്കനകത്ത് മാത്രമേ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ ഈ ഗ്രേവിക്കകത്ത് ഒരു ഇച്ചിരി ഉപ്പ് വേണം. അത് രണ്ട് ഇതുണ്ട് നമുക്ക്. ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന കൂട്ട് ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനും ഇത് നല്ലതാ. അതല്ല ഈ ഗ്രേവിയിൽ പച്ചക്കറിയിലൊന്ന് ഉപ്പ് പിടിക്കാനും കൂടി അത് നല്ല. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഒരു നുള്ള, ഒത്തിരി ഒന്നും ചേർക്കരുത്. ലാസ്റ്റ് നമുക്ക് അതിന് എത്ര വേണമെന്നുള്ളത് ബാലൻസ് ചെയ്താൽ മതി. ഒരുപാട് ചേർത്താൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. ഇനിയുള്ളത് ഇച്ചിരി നേരം എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ടൊമാറ്റോ നല്ലതായിട്ടൊന്ന് മാഷായി ഒരു തിക്ക് ഗ്രേവി പോലെ ആവണം. ഇതിനകത്താന്നേലും ഉണ്ടല്ലോ ഒരു ചിക്കൻ ചേർക്കുവാന്നേ പോലും നമ്മൾ ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഇതിനകത്ത് ചേരുന്നുണ്ട്. അതുകൊണ്ട് ഒരു രീതിയിൽ ഇത് ഫൈബറാണ്. പിന്നെ ചിക്കൻ എന്ന് പറയുന്നത് ഒത്തിരി നമുക്ക് എന്നാ പറയുക മറ്റ് മീറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഭേദമാണ്. പിന്നെ ഇതിനകത്ത് ഒത്തിരി വെജിറ്റബിൾസ് ഉണ്ട്. അതുകൊണ്ട് ഒത്തിരി ഫൈബർ കണ്ടന്റ് നമ്മുടെ ദേഹത്ത് ചെല്ലുന്നുണ്ട്. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഹെൽത്ത് ഉണ്ട് ഇതിനകത്ത് കേട്ടോ. പിന്നെ സ്റ്റോക്കും ചീസും ഒക്കെ വരുമ്പോൾ ഇച്ചിരി ഒരു വർക്കൗട്ട് വേണം. ഇതൊരിച്ചിരി വഴന്ന് കഴിഞ്ഞാൽ ഇനി എന്നാന്ന് വെച്ചാൽ ടൊമാറ്റോ പ്യൂരേ ചേർക്കണം. ടൊമാറ്റോ പ്യൂരേ ചേർക്കുമ്പോൾ നമ്മൾ ടൊമാറ്റോയും കൂടെ ചേർത്ത അളവും കൂടെ നോക്കിയേച്ച് വേണം ഇത് ചേർക്കാൻ. പുളി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനൊക്കത്തില്ല. ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ടേ. നമ്മൾ ചേർത്തേക്കുന്ന ടൊമാറ്റോ പ്യൂരയില്ലേ അത് നല്ലതായിട്ട് അതിൻ്റെ വെള്ളമൊന്ന് വാറ്റണം. ഈ പ്യൂരെ ചേർക്കുമ്പോൾ തന്നെ ബാക്കി പച്ചക്കറി ഉണ്ടല്ലോ നല്ലതായിട്ട് അങ്ങ് ഉടയുവേ. അന്നേരം നമുക്ക് പെട്ടെന്ന് അതൊരു ഗ്രേവി ആയിട്ട് ഇങ്ങനെ വരും. നോക്കിയാൽ തന്നെ നമുക്കറിയാതെ ഉണ്ടോ കുറച്ചൊന്ന് കുഴഞ്ഞു വരുമല്ലേ. വേവുള്ള മീറ്റാണെന്നേലും നമ്മൾ ഇത്രയും വഴറ്റുമൊന്നും വേണ്ട, ഉള്ളതാങ്ങ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞ് അത് വേവുമ്പോഴത്തേക്ക് ഇത് തന്നെ ഒരു ഗ്രേവി ആയിട്ട് വരും. നല്ലതായിട്ട് കുഴഞ്ഞേക്കുക. ഇനിയാണു ഞാൻ ചേർക്കാൻ പോകുന്നത് ഏതാ നമ്മുടെ സ്റ്റോക്ക്. ചിക്കൻ സ്റ്റോക്ക് ആണെങ്കിൽ ഏത് മീറ്റ് വെച്ചാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ സ്റ്റോക്ക്. ആവശ്യമുള്ളത് മാത്രം ചേർക്കുക. ചിക്കൻ ഒരുപാട് വേവില്ല, പക്ഷെ എന്നാൽ ചിക്കൻ നല്ലതായിട്ട് വേവുകയും വേണം. നമുക്ക് ഇങ്ങനെ എന്നാ പറയുക നമ്മൾ ഉടച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട്. ഇതിനകത്തോട്ട് കുറച്ച് വൈൻ ചേർക്കണം. വൈൻ ചേർക്കുമ്പോൾ ഇത് ഇച്ചിരി പുളിപ്പുള്ള കൂട്ടത്തിലാണ്. പക്ഷേ എന്നാ ചെയ്യണമെന്നറിയാമോ, നമ്മൾ ആ ടൊമാറ്റോ പ്യൂരിയും ചേർക്കുന്ന അളവ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഈ വൈൻ ചേർക്കാൻ. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ബേ ലീഫ്, അതായത് ഒരു പട്ടയുടെ ഇല. വേണ്ടിയത് ഇച്ചിരി ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു. പിന്നെ അന്നേരം ഇനി ചിക്കനും കൂടെ ഇട്ട് എല്ലാം ഒന്ന് വെന്തതിന് ശേഷം മാത്രം ഇനി ഉപ്പിട്ടാൽ മതി. ഇതിന് എരിവ് എന്ന് പറയുന്നത് കുരുമുളക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാ ചെയ്യണം എന്നറിയാമോ, നമുക്ക് ഒത്തിരി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പൊടിച്ച കുരുമുളക് ചേർക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചും കൂടി ഇട്ടു. ഇതിനകത്ത് 1 ടീസ്പൂൺ നിറച്ച് ഞാൻ ഇട്ടിട്ടുണ്ടേ. കുരുമുളകും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഈ വാർത്ത് വെച്ചേക്കുന്ന ചിക്കനില്ലേ അതിനകത്തോട്ട് അങ്ങ് ചേർക്കാം. നമ്മൾ ചിക്കൻ ഒരു ഇച്ചിരി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും അതൊന്നും ഉടഞ്ഞു വരുവേല. പക്ഷേ നമ്മൾ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ
എന്നാ ചെയ്യണമെന്നോ തീ ഒന്ന് കുറച്ച് വെച്ചേച്ച് ആ മറ്റേ നമ്മൾ ചേർത്തേക്കുന്ന വെജിറ്റബിൾസും എല്ലാം ഒരു ഗ്രേവി മാഷായി വരുന്നിടം വരെ അതിനെ ഒന്ന് നല്ലതായിട്ട് വേവിക്കണം. അതായത് മുരിഞ്ഞ ചിക്കൻ നല്ല ഷ്രെഡഡ് ആയിട്ട് വരണം. അതാണെന്നും അതിൻ്റെ പരുവം. അപ്പോൾ കുറച്ച് നേരം നമുക്കത് വേവിച്ച് നല്ല ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ പാസ്തയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മാത്രം മതി. പിന്നെ സെർവ് ചെയ്യുമ്പോൾ നല്ല ചൂടോടെ ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പാസ്ത ഞാൻ പ്രത്യേകം വേവിച്ച് വെച്ചുകൊണ്ട് ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ചേർത്താൽ മാത്രം മതി. ഞാൻ പാസ്ത ഇതിനകത്ത് വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് അലങ്കരിക്കാൻ മാത്രം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചൂടോടെ ഇച്ചിരി ചീസും കൂടെ ഇട്ട് ആ ചീസ് നല്ലതായിട്ട് മെൽറ്റ് ചെയ്ത് ആ ചൂടിൽ തന്നെ ഇരുന്ന് മെൽറ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത്.